ഇപ്പൊ KSRTC ബസ് വികസനം വന്നു, KSRTC ബസ്സുകൾ വന്നു. പക്ഷെ വീൽ ചെയറിന് കയറാനുള്ള സൗകര്യം ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എങ്ങനെയാ ബസ്സിൽ പോവുക? എല്ലാവരും ഇപ്പൊ കാറിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ ലോങ് പോവാണെങ്കിൽ ഫ്ലൈറ്റിലോ ഇതിൽ മാത്രം പോകാൻ പറ്റും. ഞങ്ങൾക്ക് ഇപ്പൊ ട്രെയിനാണ്, ട്രെയിനിൽ കയറാനുള്ള ഒരു സൗകര്യം ഇല്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പൊ ബസ്സാണ്, ബസ്സിൽ പോകാനുള്ള സൗകര്യം ഇല്ല. അപ്പൊ ഇതിനൊക്കെ കൂടെ ഉള്ള ഒരു വികസനം, ഞങ്ങളെയും കൂടെ ചേർത്തിട്ടുള്ള ഒരു വികസനം വരണം എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. അപ്പൊ ഞങ്ങളെ കൂടെ ഈ വികസനം വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ ചേർത്തിട്ട് വേണം വികസനം വരാൻ. അതിപ്പോ എവിടെയാണെങ്കിലും. അപ്പൊ എനിക്ക് ഇത്രയും പറയാനുള്ളത്, ഇനി ആര് ഭരണത്തിന് വരികയാണെങ്കിലും ഞങ്ങൾക്കും കൂടെ ഒരു വാക്ക് തരണം. ഞങ്ങളും കൂടെ വോട്ട് ചെയ്യുന്നവരാ. അപ്പൊ ഞങ്ങൾക്കും ഒരു അവകാശമുണ്ട്. ഞങ്ങളും ഈ ഇന്ത്യയിലെ പൗരന്മാരാ. ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സൗകര്യം കൂടെ ഗവൺമെന്റ് ഒരുക്കി തരണം. അപ്പൊ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഈ സമൂഹം തന്നെയാണ്. അപ്പൊ ഈ സമൂഹം നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞല്ല, അവരെ ചെവിയിൽ എത്തിച്ചാലേ ഉള്ളൂ ഞങ്ങൾക്കുള്ള സൗകര്യം കൂടെ കിട്ടുക. അപ്പൊ ഈ വീൽ ചെയർ ആയിട്ടുള്ള എനിക്ക് ഇത്രയും പറയുള്ളൂ, ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കി മാറ്റണം നമ്മുടെ കേരളത്തിനെ. അത് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റും? ഏത് ഗവൺമെന്റിന് ഉറപ്പ് തരാൻ പറ്റും? ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആയിട്ട് കേരളത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ആരായാലും ഞാൻ ഒരു പാർട്ടിന്റെ ഇതിൽ നിന്നിട്ട് ഒന്നുമല്ല സംസാരിക്കുന്നത്. ഇത്രയും കാലം ഭരിച്ചവര് ഇപ്പൊ ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കിയിട്ടുണ്ടോ? ആരൊക്കെ? എല്ലാ ഭരണവും വന്നില്ലേ? ആക്കിയിട്ടുണ്ടോ? അപ്പൊ ഇനിയുള്ള ഭരണമെങ്കിൽ ഇപ്പൊ 5 വർഷം കഴിഞ്ഞ് ഇനിയിപ്പോ ഇപ്പൊ ഉള്ള ഗവൺമെന്റ് തുടർന്നാലും ഇനിയിപ്പോ തുടർന്നില്ലെങ്കിലും പുതിയ ഭരണം വരികയാണെങ്കിലും വന്നില്ലെങ്കിലും ആരൊക്കെ ഭരിച്ചാലും ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. എന്നെ പോലുള്ളവർക്ക് പുറത്തിറങ്ങി ജീവിക്കണം, സന്തോഷത്തോടെ, ഫാമിലീൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങളും അടിച്ചു പൊളിച്ച് മര്യാദയ്ക്ക് ജീവിച്ച് വന്നവരാണ്. വിധിന്റെ വിളയാട്ടം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വന്ന്. അപ്പൊ അത് ഞങ്ങളൊരു തെറ്റല്ല, അപ്പോൾ ഇത് ഗവൺമെന്റിന്റെയും തെറ്റല്ല. അപ്പൊ ഇനി ഗവൺമെന്റ് ഞങ്ങളെ കൂടെ നിന്നിട്ട് ഞങ്ങൾക്കായിട്ടുള്ള ഒരു ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റണം. ആ ഒരു ഉറപ്പ് തരണം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാനും കുറ്റം പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഞങ്ങളെ ഒരു വിഷമം കൊണ്ടോ വേദന കൊണ്ടോ പറഞ്ഞാണ്. എനിക്കും 5 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഈ 5 വർഷം ഞാനും അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് വന്നാണ്. ഹോസ്പിറ്റലിൽ പോയാലും എന്നോട് വരിയിൽ നിൽക്കുന്നവർ, ഞാൻ മുന്നിൽ പോകുമ്പോൾ തന്നെ പറഞ്ഞവരുണ്ട്, സുഖല്ലേ, വീൽ ചെയറിൽ ഇരിക്കുകയല്ലേ എന്ന്, ഇരുന്നാ പോരെയെന്ന്, വേറെ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാണുന്നവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു എല്ലാ സ്ഥലത്തും കുറച്ച് പ്രയോറിറ്റി തരണം എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളേതായ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സമൂഹം ഞങ്ങളെ ചേർത്ത് പിടിക്കണം. അപ്പോൾ ഒരു ഡിസബിൾഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കി മാറണം. അപ്പൊ എല്ലാവരും ഞങ്ങളെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കണം എന്നാണ് പറയാനുള്ളത്.